ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ മോശം പ്രകടനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 8 മത്സരങ്ങൾ കളിച്ചിട്ട് കേവലം 2 മത്സരങ്ങളിൽ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അവസാനമായി കളിച്ച 3 മത്സരങ്ങളിലും പരാജയപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ആരാധകരുടെ വിമർശനങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. ക്ലബ്ബ് മാനേജ്മെൻറ്റിനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നത്. കാര്യങ്ങൾക്ക് മാറ്റം സംഭവിച്ചിട്ടില്ലെങ്കിൽ ആരാധകരുടെ സ്വരം ഇനിയും കടുത്തതാവാനാണ് സാധ്യത. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി താരമായ KP രാഹുലിന് ആദ്യത്തെ മത്സരങ്ങളിൽ സ്ഥിരമായി അവസരങ്ങൾ ലഭിച്ചിരുന്നു. എന്നാൽ അതൊന്നും മുതലെടുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. നന്നായി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും കാര്യമായ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പരിശീലകൻ സ്റ്റാറെ അദ്ദേഹത്തെ പുറത്തിരുത്തി തുടങ്ങിയത്. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് 11-ൽ അദ്ദേഹത്തിന് സ്ഥാനം ലഭിക്കാറില്ല. വളരെ മോശം പ്രകടനമാണ് രാഹുൽ സമീപകാലത്ത് പുറത്തെടുക്കുന്നത്. അതിൻ്റെ തെളിവ് അദ്ദേഹത്തിൻ്റെ കണക്കുകൾ തന്നെയാണ്. അവസാനമായി കളിച്ച 34 മത്സരങ്ങളിൽ നിന്ന് കേവലം 1 ഗോളും 1 അസിസ്റ്റും മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അത്രയും പരിതാപകരമായ പ്രകടനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു സ്ട്രൈക്കറുടെ കണക്കുകളാണ് ഇതെന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുലുമായി ബന്ധപ്പെട്ട ഒരു റൂമർ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഒഴിവാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ആലോചിക്കുന്നുണ്ട്. അതായത് ഈ സീസൺ അവസാനിക്കുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പൂർത്തിയാകും. ഈ കോൺട്രാക്റ്റ് പുതുക്കാൻ ബ്ലാസ്റ്റേഴ്സ് ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് ജനുവരിയിൽ തന്നെ അദ്ദേഹത്തെ മറ്റേതെങ്കിലും ക്ലബിന് വിൽക്കാനാണ് ബ്ലാസ്റ്റേഴ്സ് ഉദ്ദേശിക്കുന്നത് എന്നാണ് റൂമറുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ജനുവരിയിൽ അദ്ദേഹത്തെ വാങ്ങാൻ ഏതെങ്കിലും ക്ലബ്ബുകൾ വരുമോ എന്നത് നോക്കേണ്ട കാര്യമാണ്. കഴിഞ്ഞ സമ്മറിൽ തന്നെ അദ്ദേഹം ക്ലബ്ബ് വിടുമെന്ന റൂമറുകൾ ഉണ്ടായിരുന്നു. ഗോവ, ചെന്നൈ തുടങ്ങിയ ക്ലബ്ബുകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വാർത്തകൾ ഉണ്ടായിരുന്നു. എന്നാൽ ക്ലബിനകത്ത് തുടരാൻ രാഹുൽ തന്നെ തീരുമാനിക്കുകയായിരുന്നു. വരുന്ന ജനുവരിയിൽ ക്ലബ്ബ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അടുത്ത സീസണിലേക്ക് അദ്ദേഹത്തിന് പുതിയ ക്ലബിനെ കണ്ടെത്തേണ്ടി വന്നേക്കും. അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം തൻ്റെ പഴയ ഫോമിലേക്ക് തിരിച്ചെത്തേണ്ടതുണ്ട്. ഈ വീഡിയോ ഇവിടെ പൂർത്തിയാകുന്നു. പുതിയൊരു വീഡിയോയുമായി ബ്ലാസ്റ്റേഴ്സ് അരീന വീണ്ടും എത്താം.